ഓണം ഇങ്ങ് അടുത്തെത്താറായി. കേരളത്തിലെ ഓരോ വീട്ടിലും ഓണത്തിന് അത്തപ്പൂക്കളം ഒരുക്കാനായിട്ട് സൂര്യകാന്തിയും ചെണ്ടുമല്ലിയും വാടാമല്ലിയും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിനാവശ്യമായിട്ടുള്ള പൂക്കളൊക്കെ എവിടെ നിന്നാണ് കൃഷി ചെയ്യുന്നതെന്നൊന്ന് കണ്ടാലോ? കേരളത്തിന്റെ അതിർത്തിക്കപ്പുറം കർണാടകയിലെ ഒരു ചെറിയ പട്ടണമായ ഗുണ്ടൽപേട്ട്. ഓണക്കാലം വരുമ്പോൾ ഈ നാട് ഒരു വർണ്ണ സ്വർഗമായി മാറുന്നു. ജൂലൈ അവസാനത്തോടെ മഴത്തുള്ളികൾ മണ്ണിനെ തഴുകി തുടങ്ങും. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഗുണ്ടൽപേട്ടിലെ വിശാലമായ വയലുകളിൽ മഞ്ഞ നിറത്തിലുള്ള സൂര്യകാന്തി പൂക്കളും ഓറഞ്ചും മഞ്ഞയും നിറഞ്ഞ ചെണ്ടുമല്ലി പൂക്കളും വിരിഞ്ഞു തുടങ്ങും. ഈ പ്രദേശം ഇന്ത്യയുടെ ഫ്ലവർ പോട്ട് എന്നറിയപ്പെടാൻ കാരണം ഇതുതന്നെയാണ്. ഓണം അടുത്തെത്തുമ്പോൾ ഇവിടുത്തെ കർഷകർക്ക് വിശ്രമമില്ല. കാരണം കേരളത്തിലെ പൂക്കളത്തിനായി ആയിരക്കണക്കിന് കിലോ പൂക്കളാണ് ഇവിടെ നിന്ന് ദിവസേന വിപണിയിലേക്ക് പോകുന്നത്. ചെണ്ടുമല്ലി, വാടാമല്ലി, മറ്റ് അലങ്കാര പൂക്കൾ എന്നിവ ഓണക്കാലത്ത് കേരളത്തിലേക്ക് വലിയ തോതിൽ എത്തുന്നു. അതിരാവിലെ മഞ്ഞുതുള്ളികൾ പൂക്കളിൽ തിളങ്ങുമ്പോൾ കർഷകർ കുടുംബത്തോടൊപ്പം വയലിലേക്ക് ഇറങ്ങും. ഓരോ പൂവും അതീവ ശ്രദ്ധയോടെ പറിച്ചെടുക്കും. അവയെ കൊട്ടകളിലാക്കി ട്രക്കുകളിൽ കയറ്റി കേരളത്തിലേക്കുള്ള യാത്ര ആരംഭിക്കും. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താൽ ഈ പൂക്കളുടെ ലോകത്ത് എത്തിച്ചേരാം. വഴിയിലുടനീളം ബന്ദിപ്പൂർ വനത്തിന്റെ മനോഹരമായ കാഴ്ചകളും പിന്നീട് അപ്രത്യക്ഷമായി വിരിയുന്ന വർണ്ണപ്പൂക്കളുടെ സമുദ്രവും യാത്രയെ മറക്കാനാവാത്ത അനുഭവമാക്കുന്നു. മൈസൂർ ഊട്ടി ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നവരാണത്രേ പൂന്തോട്ടങ്ങൾ കാണാൻ ഇറങ്ങാറുള്ള സ്ഥിരം സന്ദർശകർ. പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും യാത്രികർക്കും ഇത് മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. പൂക്കൾ ഏറ്റവും മനോഹരമായി വിരിയുന്ന കാലം ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ. ഗുണ്ടൽപേട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ്: സ്നേഹത്തോടെ വിതച്ച ഓരോ വിത്തും ഒരു നാൾ സൗന്ദര്യമായി വിരിയും. പ്രകൃതിയോടൊപ്പം ജീവിക്കുന്ന മനുഷ്യന്റെ അധ്വാനമാണ് ഈ വർണ്ണലോകത്തിന്റെ യഥാർത്ഥ കഥ. ഇപ്പോൾ ഗുണ്ടൽപേട്ട കൃഷിയിടം മാത്രമല്ല, ഫോട്ടോഗ്രാഫർമാരുടെയും യാത്രാപ്രേമികളുടെയും പ്രിയപ്പെട്ട കേന്ദ്രമാണ്. പൂക്കളുടെ നടുവിൽ നിന്ന് ചിത്രങ്ങൾ എടുക്കാനും വീഡിയോ പകർത്താനും ആയിരക്കണക്കിന് ആളുകൾ ഓരോ വർഷവും ഇവിടെ എത്തുന്നു. ചില കർഷകർ വയലിലേക്ക് പ്രവേശിക്കാൻ ചെറിയൊരു പ്രവേശന ഫീസും ഈടാക്കാറുണ്ട്. അത്തപ്പൂക്കളത്തിൽ നമ്മൾ ഇടുന്ന ഓരോ ചെണ്ടുമല്ലി പൂവിനു പിന്നിലും ഗുണ്ടൽപേട്ടിലെ ഒരു കർഷകന്റെ അധ്വാനമുണ്ട്. ഓരോ പൂവും കേരളത്തിന്റെയും കർണാടകയുടെയും സൗഹൃദത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഓണം വരുമ്പോൾ ഗുണ്ടൽപേട്ട് വീണ്ടും വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. പൂക്കൾ വിരിയുന്നതോടൊപ്പം അവിടെ പ്രതീക്ഷയും സന്തോഷവും വിരിയുന്നു. ഇത്തവണ ഓണപ്പൂക്കളം ഒരുക്കുമ്പോൾ ആ പൂക്കളുടെ യാത്രയും നമ്മുടെ മനസ്സിലേക്കും ഒന്ന് ഓർത്തെടുക്കാം. ഗുണ്ടൽപേട്ടിലെ വിശാലമായ വയലുകളിൽ നിന്ന് ആരംഭിച്ച ആ യാത്ര നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് അവസാനിക്കുകയാണ്. ഇപ്രാവശ്യത്തെ ഓണത്തെയും വരവേൽക്കാൻ നമ്മൾ കേരളക്കാർ കാത്തു നിൽക്കുകയാണ് അല്ലേ? അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.